ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പം നമുക്ക് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ ഒരു പ്രോബ്ലം നമുക്ക് കമ്പ്യൂട്ടർ അൽഗോരിതം അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസൊക്കെ വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് എങ്ങനെയായിരിക്കും ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സ്മോളർ സ്റ്റെപ്സായിട്ട് മാറ്റും. എന്നിട്ട് ഈ ഓരോ സ്റ്റെപ്പും നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് പ്രോസസ്സ് ചെയ്ത് സോൾവ് ചെയ്തു. അതാണ് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചിൽ നടക്കുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടുള്ള അപ്രോച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക്, പിന്നെന്താണ് ഡൈനാമിക് പ്രോഗ്രാമിങ്, ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രീഡി അൽഗോരിതം, പിന്നെ റാൻഡമൈസ്ഡ് അപ്രോച്ച്. അപ്പം ഇതിലെ നമുക്ക് ഫസ്റ്റ് വൺ ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്കിനെ നമ്മൾ എക്സ്ഹോസ്റ്റീവ് സെർച്ച് എന്നും പറയും. അപ്പം ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്കിനകത്ത് നമ്മുടെ എല്ലാ പോസിബിളായിട്ടുള്ള സൊല്യൂഷനും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അതായത് ഒരെണ്ണം പോലും നമ്മൾ ഇഗ്നോർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യത്തില്ല. എല്ലാ പോസിബിളായിട്ടുള്ള സൊല്യൂഷനകത്തോടെയും നമ്മൾ പോകും. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ടെക്നിക്ക് വെച്ച് നമുക്കിപ്പം അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ്, അതായത് പോസിബിലിറ്റിക്കകത്തുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാനോ നമ്മൾ ചെയ്യത്തില്ല. പകരം എല്ലാ സൊല്യൂഷനകത്തോടെയും നമ്മൾ നമ്മൾ സൊല്യൂഷനും ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഉറപ്പായിട്ടും നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് വൺ എക്സിസ്റ്റ് നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇത്തിരി സ്ലോ ആയിരിക്കും. കാര്യം എന്താണ്, നമ്മളെല്ലാ പോസിബിലിറ്റീസും ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള ടൈമും കമ്പ്യൂട്ടിംഗ് പവറും ഒക്കെ എടുക്കുന്നത് കാരണം ഇത് നമ്മുടെ ഈ ഒരു അപ്രോച്ച് നല്ല സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് നമുക്കൊരു ചെസ്സ് നമുക്ക് ആലോചിക്കാം. നമ്മളൊരു ചെസ്സിനകത്തൊരു മൂവ്മെൻറ്റ് നടത്താൻ നേരം എങ്ങനെയാണ്, നമ്മളതിൻ്റെ എല്ലാ വഴികളും ആലോചിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമോ, അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാം ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ചെസ്സിനകത്ത് ഒരു മൂവ്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കൊരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന 1-2 എക്സാമ്പിളാണ്. ഒന്ന് നമുക്ക് പാഡ്ലോക്ക് എന്ന് പറയും. പാഡ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഡിജിറ്റലായിട്ടുള്ള ഒരു നമ്പർ ലോക്ക് സിസ്റ്റം. അപ്പോൾ അതിൽ 4 ഡിജിറ്റ്സ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇപ്പം നമ്പർ ലോക്ക് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് ഇത് അൺലോക്ക് ചെയ്യണം. അപ്പോൾ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 00 മുതൽ നമുക്ക് 00 മുതൽ 999 വരെയുള്ള പോസിബിലിറ്റീസ് നമുക്ക് കാണും. അപ്പം ഇത്രയും പോസിബിലിറ്റീസ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോൾ വരെ, നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്നിടം വരെ നമ്മൾ ഈ 000 അല്ലെങ്കിൽ 001, 0002, 0003 അങ്ങനെ നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും, 999 വരെയുള്ള സൊല്യൂഷനിലേക്ക് പോസിബിലിറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം നമുക്കൊരു കറക്റ്റ് കോമ്പിനേഷൻ കിട്ടുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പം ഒരു പാസ്വേഡ് ഗസ്സിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പാസ്വേഡ് ഗസ്സിങ് ആണ്. അപ്പോൾ പാസ്വേഡ് ഗസ്സിങ്ങിനകത്ത് എന്താണ്, ഇപ്പം നമുക്ക് ഇത് നമുക്ക് കൂടുതലും സൈബർ സെക്യൂരിറ്റി ഒരു അറ്റാക്കിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാസ്വേഡൊക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അപ്പം ഇതിനകത്ത് എങ്ങനെയായിരിക്കും, അപ്പം ഇപ്പോൾ ഒരു പാസ്വേഡ് ഉണ്ടെന്ന് കരുതുക, അതിനകത്ത് 6 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ആൽഫബറ്റ്സും ന്യൂമറിക്സ്, അതായത് 0 to 9 വരെയുള്ള ഡിജിറ്റ്സും വെച്ചാണ് ആ പാസ്വേഡ് നമ്മൾ സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ അറ്റാക്ക് ചെയ്യുന്നവർക്ക് ഇതിനെ എങ്ങനെ നമ്മുടെ അക്കൗണ്ട് എങ്ങനെ ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും, നമുക്ക് A to Z വരെയുള്ള 26 ആൽഫബറ്റ്സും പിന്നെ 0 to 9 വരെയുള്ള ഡിജിറ്റ്സും, അതായത് മൊത്തത്തിൽ നമുക്ക് 36 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 36 ക്യാരക്ടേഴ്സും നമുക്ക് 6 ക്യാരക്ടേഴ്സാണ് നമ്മുടെ പാസ്വേഡിനകത്തുള്ളത്. അപ്പോൾ ഈ 6 ക്യാരക്ടേഴ്സിനും ഈ പറയുന്ന 36ൻ്റെ കോമ്പിനേഷൻസ് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതായത്
മൊത്തത്തിൽ നമ്മുടെ കോമ്പിനേഷൻ എത്ര വരും? 36 raised to 6, അതായത് 2.18 ബില്യൺ കോമ്പിനേഷൻസ് ആയിരിക്കും നമുക്ക് ആ ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യണമെങ്കിൽ, ഈ ഒരു സൈബർ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ലെങ്ത് കൂടിയപ്പോഴത്തേക്ക് നമ്മുടെ പോസിബിലിറ്റീസിൻ്റെ എണ്ണവും കൂടി. അതായത് ഒരുപാട് ടൈം എടുക്കും. പക്ഷേ എന്തായിരിക്കും, ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറയുന്നത് ഫസ്റ്റ് വൺ, എക്സ്ഹോസ്റ്റീവ് സെർച്ച്. എന്താണ്, ഒരു നമ്മുടെ എല്ലാ സൊല്യൂഷനും നമ്മളിവിടെ ചെക്ക് ചെയ്യും. എവരി പോസിബിൾ സൊല്യൂഷൻ ഈസ് എക്സാമിൻഡ് വിത്തൗട്ട് എനി ഒപ്റ്റിമൈസേഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മളെന്താണ്, എല്ലാ പോസിബിൾ സൊല്യൂഷനിലൂടെയും നമ്മൾ പോകും. നെക്സ്റ്റ് വൺ ഈ സിംപ്ലിസിറ്റി. ഓക്കെ, സിംപ്ലിസിറ്റിക്കകത്ത് എന്താണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. ഇതെന്താണ്, ഭയങ്കര സിമ്പിളല്ലേ, നമുക്ക് ഓരോരോ പോസിബിലിറ്റീസ് ഇട്ട് കൊടുത്താൽ പോരെ. നെക്സ്റ്റ് വൺ ഇന്നെഫിഷ്യൻറ്റ്. എന്തുകൊണ്ടായിരിക്കും ഇന്നെഫിഷ്യൻ്റ് ആകുന്നത്? അതായത് ലാർജ് നമ്പർ ഓഫ് പോസിബിലിറ്റി വരുംതോറും നമുക്ക് സിസ്റ്റം സ്ലോ ആവും, അതേപോലെ നമുക്ക് കൂടുതൽ മെമ്മറി വേണ്ടി വരും. ഇതൊക്കെ അതിൻ്റെ തേർഡ് ക്യാരക്ടറിസ്റ്റിക്കാണ് ഇന്നെഫിഷ്യൻസി. പിന്നെന്താണ്, ഗ്യാരൻറ്റീഡ് സൊല്യൂഷൻ. അപ്പം ഉറപ്പായിട്ടും നമ്മളൊരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സോൾവിങ് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം യൂസിങ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. അപ്പം എന്താണ്, നമുക്ക് ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ രീതിയിൽ നമുക്ക് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, നമ്മൾ ബ്രൂട്ട് ഫോഴ്സിനകത്ത് എന്താ പറയുന്നത്, നമുക്ക് എല്ലാ പോസിബിൾ സൊല്യൂഷനകത്തോടെ നമ്മൾ എല്ലാ പോസിബിൾ ഇവിടെ സിസ്റ്റമാറ്റിക്കലി ടെസ്റ്റിംഗ് എവരി പോസിബിൾ സൊല്യൂഷൻ. എന്താണ്, നമ്മൾ എല്ലാ പോസിബിൾ സൊല്യൂഷനകത്തോടെയും നമ്മൾ പോകും ടു ഫൈൻഡ് ദ കറക്റ്റ് വൺ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് 3 സ്റ്റെപ്പായിരിക്കും നമുക്ക് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ച്, അതായത് ബ്രൂട്ട് ഫോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഷൻ അപ്രോച്ചിനകത്ത് നമുക്ക് 3 സ്റ്റെപ്പായിരിക്കും ഉള്ളത്. ഡിഫൈൻ ദ പ്രോബ്ലം. എന്തായിരിക്കും നമുക്ക് എന്താണോ സോൾവ് ചെയ്ത് കിട്ടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്താണെന്നോ നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ജനറേറ്റ് സൊല്യൂഷൻ. എന്താണ്, നമ്മുടെ എല്ലാ പോസിബിലിറ്റീസും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് വേണ്ടുന്ന നമുക്ക് എന്തൊക്കെയാണോ വേണ്ടുന്നത്, ഇപ്പം ലിസ്റ്റ് ഓൾ പോസിബിൾ കാൻഡിഡേറ്റ്സ്, അത് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് വേണം, അതായത് നമ്മുടെ ഈ ഓരോ പോസിബിലിറ്റി നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് യൂസ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്നുള്ളത് സ്ലോ ആണ്, അതേപോലെ ലാർജർ പ്രോബ്ലത്തിന് ഇന്നെഫിഷ്യൻ്റ് ആണെന്നും പറഞ്ഞ്. പക്ഷേ ഇത്രയും ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്താണ്, നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് അൽഗോരിതം പഠിക്കാൻ വേണ്ടിയും അല്ലെന്നുണ്ടെങ്കിൽ ആ കുറച്ച് അഡ്വാൻസ്ഡ് അൽഗോരിതം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫസ്റ്റ് പ്രോബ്ലമാണ് പറയുന്നത് സ്ട്രിങ് മാച്ചിങ് എന്നുള്ളത്. അപ്പം ഈ ഒരു സ്ട്രിങ് മാച്ചിങ്ങിനകത്ത് പറയുന്നത് നമുക്കൊരു പാറ്റേൺ ഉണ്ട്, ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രിങ്ങിനകത്ത് നമുക്കൊരു സ്പെഷ്യൽ പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ നമ്മുടെ ഈ സ്ട്രിങ്ങിനകത്ത് എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു എന്ത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ടെക്സ്റ്റ്, അതായത് നമുക്കൊരു എന്ത് കാണും, നമുക്കൊരു പാറ്റേൺ കാണും. ആ പാറ്റേൺ നമ്മുടെ ആ ഒരു സ്ട്രിങ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എക്സാമ്പിൾ വരുന്നുണ്ട്. ഇപ്പം ABCD, ഓക്കെ, ABCD എന്നുള്ള ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ എനിക്കതിനകത്ത് AB എന്നുള്ള സബ് സ്ട്രിങ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എനിക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ AB ആദ്യം ഞാൻ നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ ചെക്ക് ചെയ്യും. എന്നിട്ട് പിന്നെന്ത് ചെയ്യും, ഞാൻ ഈ AB വീണ്ടും ഞാൻ BC ആയിട്ട് ചെക്ക് ചെയ്യും. പിന്നെന്ത് ചെയ്യും, ഈ AB ഞാൻ വീണ്ടും CD ആയിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെക്ക് ഫോർ മാച്ചസ്. എന്താണ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആദ്യം ABയും ചെക്ക് ചെയ്യുക, ABയും BCയും ചെക്ക് ചെയ്യുക, ABയും CDയും ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണ് ചെക്ക് ഫോർ മാച്ച് പറയുന്നത്. പിന്നെന്താണ്, ഓരോ മാച്ചും ചെക്ക് ചെയ്തിട്ട് മൂവ് ടു ദ നെക്സ്റ്റ് പൊസിഷൻ. ഇപ്പോൾ AB ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ BC എന്നുള്ള, അതായത് നെക്സ്റ്റ് പൊസിഷനിലോട്ട് നമ്മൾ
ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്, ഫിനിഷ്. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ ഫുൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആവുന്നിടം വരെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ ടെക്സ്റ്റ് ഇതാണ്, ഹലോ എന്നുള്ളതാണ് എൻ്റെ ടെക്സ്റ്റ്. അപ്പോൾ ഈ ടെക്സ്റ്റിനകത്ത് എനിക്ക് ഈ യെല്ലോ എന്നുള്ള പാറ്റേൺ ഉണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ യെല്ലോ ഞാൻ ആദ്യം HEU ആയിട്ട് ഞാൻ കമ്പയർ ചെയ്തു. അപ്പം HEയുടെ പൊസിഷൻ എന്താണ്, 0. ഓക്കെ, ഞാൻ HEയും യെല്ലോയും ഞാൻ കമ്പയർ ചെയ്തു. നെക്സ്റ്റ് ഞാൻ എന്ത് കമ്പയർ ചെയ്തു, ഞാൻ യെല്ലോയും ELും കമ്പയർ ചെയ്തു. അതായത് ഫസ്റ്റ് പൊസിഷൻ അതായത് ELും യെല്ലോയും കമ്പയർ ചെയ്തു. അപ്പോഴും എനിക്ക് മാച്ച് കിട്ടിയില്ല. പിന്നെ യെല്ലോയും LLും ഞാൻ കമ്പയർ ചെയ്തു. അപ്പോഴും എനിക്ക് മാച്ചൊന്നും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, യെല്ലോയും കൂടെ കമ്പയർ ചെയ്തു. ഓക്കെ, അതായത് ഞാൻ എൻ്റെ തേർഡ് പൊസിഷൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടുന്നത് യെല്ലോയാണ്. എൻ്റെ ടെക്സ്റ്റിനകത്ത് യെല്ലോ ഞാൻ ഫൈൻഡ് ചെയ്തു. അപ്പം ഞാനത് ഫസ്റ്റ് വൺ സേവ് ചെയ്തു. പിന്നെന്ത് ചെയ്തു, വീണ്ടും ഞാൻ നെക്സ്റ്റ് നമ്മുടെ യെല്ലോയും OHും കൂടെ തമ്മിൽ ഞാൻ ചെക്ക് ചെയ്തു. ആ യെല്ലോ കഴിഞ്ഞിട്ട് യെല്ലോയും OHും കൂടെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഞാൻ യെല്ലോയും HEയും കമ്പയർ ചെയ്യുന്നുണ്ട് പൊസിഷൻ 5ലേത്. ഇതിലൊന്നും എനിക്ക് മാച്ചസ് കിട്ടുന്നില്ല. എനിക്ക് പിന്നെ എപ്പോഴാണ് മാച്ച് കിട്ടുന്നത്, എനിക്ക് പൊസിഷൻ Aയിൽ വീണ്ടും ഏറ്റവും ലാസ്റ്റ് കണ്ടോ യെല്ലോയും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ആ പൊസിഷൻ 8th പൊസിഷനിലും എനിക്ക് ആ ഒരു മാച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, എനിക്ക് യെല്ലോ എന്നുള്ളത് എനിക്ക് തേർഡ് പൊസിഷനിലും എനിക്ക് 8th പൊസിഷനിലും കിട്ടി. അതായത് എനിക്ക് 2 ഒക്കറൻസ് എനിക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് പറയുന്നത്. അതായത് നമ്മൾ എല്ലാ പോസിബിലിറ്റീസിനകത്തൂടെ നമ്മൾ കടന്നുപോയി. ഓക്കെ, അതിൻ്റെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. എനിക്കൊരു പാറ്റേൺ ഉണ്ട്, AAB AAC. ഓക്കെ, ആ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, AABA. അപ്പോൾ ഈ ഒരു 4 എണ്ണം ഞാൻ ഓരോ പൊസിഷനിലും വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് എവിടെയൊക്കെ കിട്ടി, 0th പൊസിഷനിൽ കിട്ടി, 9th പൊസിഷനിലും കിട്ടി, 12th പൊസിഷനിലും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു സബ്സെറ്റ് സം പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് പറയാം, എക്സാമ്പിൾ വെച്ച് അങ്ങ് പറയാം. അതായത് എനിക്കൊരു കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തു നിന്ന് ഞാൻ കുറച്ച് സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നേരം എനിക്കൊരു ടാർഗറ്റ് ഒരു നമ്പറുണ്ട്. അപ്പം ആ നമ്പർ ഈ സബ്സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എനിക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ടാർഗറ്റ് നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. എന്താണ്, എനിക്ക് ഉള്ള എൻ്റെ സെറ്റ് ഇതാണ് 3, 5, 7, 10. അപ്പോൾ എൻ്റെ ടാർഗറ്റ് 15 ആണ്. മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സെറ്റിനകത്തു നിന്ന് ഞാൻ എന്തോ ചെയ്യും, ഞാൻ കുറച്ച് സബ്സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. ആ സബ്സെറ്റ്സിനകത്തുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പം എനിക്ക് 15 വരുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പം ആദ്യം എൻ്റെ ഗിവൺ സെറ്റ് കൊടുത്തു, ടാർഗറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നത്, എൻ്റെ പോസിബിളായിട്ടുള്ള എല്ലാ സബ്സെറ്റും ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതായത് ആദ്യം നൾ സെറ്റ്, ഒന്നുമില്ലാത്ത സെറ്റ്, പിന്നെ 3 ഒരെണ്ണം, 5 ഒരെണ്ണം, 7 ഒരെണ്ണം, 10 ഒരെണ്ണം, 3ഉം 5ഉം, 3ഉം 7ഉം, 3ഉം 10ഉം. അങ്ങനെ എനിക്ക് പോസിബിളായിട്ടുള്ള ഫുൾ സബ്സെറ്റും ഞാൻ ക്രിയേറ്റ് ചെയ്തു നോക്കി. എന്നിട്ട് ഈ ഓരോ സബ്സെറ്റിനകത്തെയും എന്തു ചെയ്തു, ഓരോ സബ്സെറ്റിനകത്തെയും സം ഞാൻ കണ്ടുപിടിച്ച് നോക്കി. അപ്പോൾ സം ഞാൻ കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ എനിക്ക് എവിടെയൊക്കെ കിട്ടി, എനിക്ക് 5ഉം 10ഉം സം ചെയ്തപ്പോൾ എനിക്ക് 15 കിട്ടി. അതേപോലെ 3, 5, 7ഉം സം ചെയ്തപ്പോൾ എനിക്ക് 15 കിട്ടി. 3 + 5 + 7 = 15. അപ്പോൾ എൻ്റെ ഈ ഒരു പ്രോബ്ലം എനിക്ക് സൊല്യൂഷൻ എങ്ങനെ കിട്ടി, ഒരു പ്രോബ്ലത്തിന് 5ഉം 10ഉം 3ഉം 5ഉം 7ഉം ഉള്ള സബ്സെറ്റിനകത്ത് എനിക്ക് എന്ത് കിട്ടി, എനിക്ക് സൊല്യൂഷൻ കിട്ടി. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ ആയിരിക്കും, നമുക്ക് ഉറപ്പായിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടോ ആ സൊല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അതേപോലെ സിംപ്ലിസിറ്റി എന്തായിരിക്കും, നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. പിന്നെ വെർസറ്റാലിറ്റി. അപ്പം ഇതിനകത്ത് എന്താണ് പറയുന്നത്, നമുക്ക് പല ഡൊമൈൻസിലും അതായത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജിനകത്ത് എന്താണ്, ഒന്ന് കമ്പ്യൂട്ടേഷണൽ ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പം കമ്പ്യൂട്ടേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പോസിബിലിറ്റീസ് കൂടും തോറും നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പം ഈ പോസിബിലിറ്റീസ് എല്ലാം സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെമ്മറി എടുക്കും, നമ്മുടെ പ്രോസസ്സിങ് സ്പീഡ് കൂട്ടും. അപ്പം ഇതാണ് കമ്പ്യൂട്ടേഷണൽ ഇൻറ്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൈം കോംപ്ലക്സിറ്റി, അതായത് ടൈം കോംപ്ലക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ എക്സിക്യൂഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒരു അപ്രോച്ചിനെക്കാട്ടിലും ഒരുപാട് കൂടുതലായിരിക്കും. പിന്നെ സ്കെയിലബിലിറ്റി ഇഷ്യൂ. ഓക്കെ, അപ്പം